ഇത് മാസ് മോട്ടോഴ്സാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ് ഫ്രണ്ട് ഫോർക്ക് ലീക്ക്, പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ബാക്കിലത്തെ വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ഹബിനായാലും വേറെ പറയത്തക്ക പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാനുണ്ട്. പുതിയ ചെയിനാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ അതൊന്ന് ചെയിൻ ടൈറ്റ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാവുന്നുള്ളൂ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. നിലവിൽ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിന് കിടക്കണം. വലിയ പഴക്കമായിട്ടില്ല, അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാറ്ററിയും കൂടി കൂട്ടത്തിൽ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2025 വെച്ചാണ് ബാറ്ററിയാണ്. ബാറ്ററി നമുക്ക് ഈ ആമറോണിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ 2 വർഷം റീപ്ലേസ്മെൻ്റ് ഒക്കെ ഉള്ള ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകണമെന്നുള്ളൂ. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നമുക്കൊരു 9.65 ആ റേഞ്ചിലാണ് തന്നെ കേട്ടോ. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡ് ഫോർക്ക് ലീക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പൈപ്പാണ് ലീക്ക് കാണിച്ചായിരുന്നത്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ നമുക്ക് രണ്ടും കൂടി മാറ്റാനാണ് പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു സൈഡ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പിന്നെ തൊട്ടടുത്ത് തന്നെ അടുത്ത സൈഡ് ലീക്കേജ് കാണിക്കും. ഫോർക്ക് പൈപ്പിന് ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട്, പക്ഷേ പ്ലേറ്റിംഗ് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഓയിൽ മാത്രം മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റാണത്. അപ്പോൾ നമുക്കൊന്ന് കാലിപ്പർ അസംബ്ലിയൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ബ്രേക്ക് പാഡ് നമുക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നോക്കാം. കൂടുതൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിക്കളയാം കേട്ടോ. കാരണം അത് തീർന്നു പോവാണ്. ഏകദേശം ഇപ്പോൾ പകുതിയിൽ കൂടുതൽ തീർന്നിട്ടുണ്ട്. നമ്മുടെ ഓട്ടത്തിൻ്റെ അനുസരിച്ച് അടുത്ത സർവീസ് വയ്ക്കുമ്പോഴത്തേക്ക് മിക്കവാറും അത് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിരുന്നുണ്ട്. ഫ്രണ്ട് വീല് ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ അത് ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ഈ ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് ഹാൻഡിൽ ബെയറിങ് കോൺസെപ്റ്റ്, ഇവിടെ വരുന്ന കോൺസെപ്റ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അത് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അത് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ച വണ്ടിക്ക് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അത് ലൂസാക്കി കഴിഞ്ഞാൽ ഓൾറെഡി അടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നോരം അത് ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ചും മാറ്റിക്കളയാം. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ വണ്ടി ഓൾറെഡി പാളണുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാണ്ടായിരിക്കുള്ളൂ. ഹാൻഡിൽ പിടുത്തം വന്നിട്ട് വണ്ടി ഒരു പാളിച്ച പോലെ കാണിക്കുന്നുണ്ട്. അത് ഹാൻഡിൽ ബെയറിങ്ങിൻ്റെയാണ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. ഞാൻ എസ്റ്റിമേറ്റിൽ ഇപ്പോൾ തൽക്കാലം അത് ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ പറഞ്ഞിരിക്കുന്ന വർക്കുകളാണ് അതിനകത്ത് ഉൾക്കൊള്ളിക്കണേ. അപ്പോൾ ഫോർക്കിൻ്റെ കേസ്, അതായത് കോൺസെപ്റ്റ് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റായിട്ട് പറയാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത്. എയർ ഫിൽറ്ററും പ്ലഗും ഒരുമിച്ച് മാറ്റിയാണ്. അപ്പോൾ പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ നമുക്ക് ജനറലായിട്ടുള്ള സർവീസ് എഞ്ചിൻ ഓയിൽ, ഫോർക്ക് ഓയിൽ വിത്ത് ഓയിൽ സീൽ മാറ്റി റീസെറ്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ ഹാൻഡിൽ ബെയറിംഗ് ഡേസ് നമ്മൾ പറഞ്ഞതിൻ്റെ ദിവസം ഓൾറെഡി നമുക്ക് കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല, അതൊന്ന്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റിങ് ഇപ്പോൾ ലൂസാക്കി ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി അടി കാണിക്കും. അതായത് ഒരു ചെറിയ കെട്ടലൊക്കെ ചാടുമ്പോൾ അടിക്കുന്നൊരു ദൂരം. അപ്പോൾ നിലവിൽ ഒന്നുമല്ല നമുക്കത് മാറ്റിക്കളയാം. അതല്ലെങ്കിൽ പൊടിക്ക് ലൂസാക്കി കഴിഞ്ഞാൽ അടിച്ചാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിക്ക് ലൂസാക്കി ഇടാം. കാരണം ഈ കണ്ടീഷനിൽ ഓടിക്കുന്നത് അത്ര ഗുണമല്ല. നമുക്കൊരു വണ്ടി ഓടിക്കാൻ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല, ഒരു പാളൽ പോലെയൊക്കെ കാണിക്കും. കാരണം ശരിക്കും ആ ഒരു ബോളിൻ്റെ കുഴിയിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. സ്റ്റക്കായ രീതിയിലാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഹാൻഡിലുമ്പോൾ പിടിക്കുകയില്ലെങ്കിൽ പോലും ഒന്ന് സ്റ്റക്കായ രീതിയിലാണ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ.